ഗൈസ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഡയമണ്ട് ഹാർബർ FC എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ക്ലബിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ. ഇപ്പം ഡ്യൂറൻ കപ്പിലൊക്കെ അവർ കളിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇത്തവണ ഐ ലീഗ് കളിക്കാൻ പോകുന്ന ടീമാണ്. അപ്പം ഡയമണ്ട് ഹാർബർ FC എന്ന് പറയുന്ന ഈ ഒരു ക്ലബിലേക്ക് വരുമ്പം അനദർ ബംഗാൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണ്. സാധാരണഗതിയിൽ ബംഗാൾ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊൽക്കത്ത ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്ലബ്ബാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത് അങ്ങനെ പറയണ്ട. കാരണം ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്ന് തന്നെ വരുന്ന ഒരു ക്ലബ്ബാണിത്. കൊൽക്കത്തയിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്ററിൽ മുകളിൽ ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്നത്. 2020 ഈ ഒരു ക്ലബ്ബ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ക്ലബിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് ബംഗാൾ CM ആയിട്ടുള്ള മമതാ ബാനർജിയുടെ നെഫ്യൂ ആണ് അഭിഷേക് ബാനർജി. ഇദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്, ഡയമണ്ട് ഹാർബറിലെ MP കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. 2020 ഒരു ക്ലബ്ബ് ഫോം ചെയ്തതെന്ന് പറഞ്ഞല്ലോ. 2022 ഇവർ CFL കളിക്കുന്നത്. അതിനുശേഷം അവർ ഐ ലീഗ് 3യിലേക്ക് പ്രൊമോട്ട് ആകപ്പെട്ടു. 2023 ഐ ലീഗ് ചാമ്പ്യൻസായി. തൊട്ടടുത്ത സീസണിൽ ഐ ലീഗ് 2 വന്നു. ഐ ലീഗ് 2ലും ചാമ്പ്യൻസ് ആയിട്ടാണ് ഇപ്പം ഐ ലീഗിലേക്കും അവരെത്തുന്നത് എന്നുള്ളതാണ്. ലാസ്റ്റ് ഐ ലീഗ് 2ൽ 16 മത്സരങ്ങൾ അടങ്ങുന്ന ലീഗിൽ 38 പോയിന്റോടെയാണ് അവർ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയത്. അതായത് 2 പോയിന്റ് പെർ ഗെയിം നേടി എന്നുള്ളതാണ്. സെക്കൻഡ് നിൽക്കുന്ന ടീമിനേക്കാൾ 5 പോയിന്റിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഐ ലീഗ് 2 ലാസ്റ്റ് സീസൺ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ അൺബീറ്റൺ ആയിട്ടാണ് ചാമ്പ്യൻസ് ആയതെന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവരുടെ പരിശീലനമായിട്ടുണ്ടായിരുന്ന ആരാണ്? കിബു വിക്കൂണ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ സുപരിചിതനായിരിക്കും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് അത്ര നല്ല റെക്കോർഡൊന്നും അല്ല ഉള്ളത്. പക്ഷേ അദ്ദേഹം ബംഗാളിലെ മറ്റൊരു ക്ലബ്ബായിട്ടുള്ള മോഹൻ ബഗാൻ്റെ പരിശീലനമായിട്ടുണ്ടായിരുന്നു. അന്ന് മോഹൻ ബഗാനെ ഐ ലീഗ് വിൻ ചെയ്യിപ്പിച്ചു. അതും ഈ പറഞ്ഞ പോലെ ഒരു അൺബീറ്റൺ റണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അപ്പം അദ്ദേഹം തന്നെ ആയിരിക്കും ഐ ലീഗിലും ഡയമണ്ട് ഹാർബർ FC എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബിനെ ലീഡ് ചെയ്യുന്നുണ്ടാകുക എന്ന് പറയുന്നതും സംസാരിക്കേണ്ട കാര്യമാണ്. അതുപോലെ അവർ നല്ല ഒരു ടീമിനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ISL നിന്നുള്ള പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇപ്പം ഫോറിനറായിട്ടുള്ള ലൂക്ക മാച്ചിനെ സൈൻ ചെയ്തു. അതുപോലെ മിർഷാദ്, ഹാലിച്ചർ നർസർ തുടങ്ങിയ 4-5ഓളം പ്ലേയേഴ്സ് ISL നിന്ന് തന്നെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഐ ലീഗിലും അല്ലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് സുപരിചിതരായിട്ടുള്ള ഇപ്പം ജോബി ജസ്റ്റിൻ, ബിക്കൻജിത്ത് സിംഗ്, അതുപോലെ ഗിരിക് കോഷ്ല, സാമുവൽ ആലംബുയ, അതുപോലെ അജിത് കുമാർ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇനിയിപ്പോൾ അവരുടെ ബാക്കി വിദേശ സൈനിങ്സും കൂടിയൊക്കെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഐ ലീഗിൽ ഇത്തവണ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം അവരുടെ ഒരു റണ്ണെന്ന് മനസ്സിലാക്കുക. റീസെൻ്റ്ലി ഇന്ത്യൻ ഫുട്ബോളിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വഴി പെട്ടെന്ന് പ്രൊമോട്ടായി വന്നിട്ടുള്ളൊരു ടീം തന്നെ ഉണ്ടായിട്ടില്ല. കാരണം 2020 ഫോം ആവുന്നു, 2022 CFL കളിക്കുന്നു. തൊട്ടടുത്ത സീസണിൽ ഐ ലീഗ് 3യിൽ ചാമ്പ്യൻസ് ആകുന്നു, ഐ ലീഗ് 2ൽ ചാമ്പ്യൻസ് ആകുന്നു. ഇനി ഐ ലീഗിലും കൂടി ചാമ്പ്യൻസ് ആയിട്ട് ISL അങ്ങനെയൊക്കെ പ്രൊമോട്ട് ആകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതൊരു കിഡിലൻ റണ്ണ് തന്നെയായിരിക്കും ഡയമണ്ട് ഹാർബർ FCയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.